ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി സ്റ്റാറ്റസ് എന്താണ്, സിറ്റുവേഷൻ, കറന്റ് ഫീലിങ്സ്, കറന്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളതും ഉണ്ടായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. അതിനു മുൻപ് തന്നെ ഓഫേഴ്സിൻ്റെ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ മാസം അവസാനമായിരുന്നു ഓഫേഴ്സ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം 2 പ്രാവശ്യം കൊടുത്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്നുള്ളത്, വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് മാത്രം ഓഫേഴ്സ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് ഈ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, എന്താണ് ഈ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിന് ക്ലാരിറ്റി ആയിട്ട് ഒരു കാർഡും കൂടി എടുക്കാം. ഈ പേഴ്സൻ്റെ കറൻറ്റ് എനർജി. ഓക്കെ, 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായിട്ടാണ് ഇവിടെ കാണുന്നത്. വർക്കിംഗ് പാരൻറ്റ്. ഓക്കെ, അതായത് അവരിപ്പം കറൻ്റ്ലി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഒരു പ്ലേസിൽ ഈ പേഴ്സൺ നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. ഓക്കെ, അതായത് അവർ നിൽക്കേണ്ടത് അവരുടെ ഫാമിലിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കിയിട്ടാണ്, ഫാമിലി മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ നോക്കിയാണ് നിൽക്കേണ്ടതെങ്കിൽ, അവരുടെ പാർട്ട്നേഴ്സിന്റെ കാര്യങ്ങൾ നോക്കിയാണ്, പാർട്ട്ണറിന്റെ കാര്യങ്ങൾ നോക്കിയാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അവരെവിടെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് ഇവർ വർക്ക് ചെയ്യാണ്. അതിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇവർ പോകുന്നില്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്, ലൈഫിനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവർക്ക് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് കാണുന്നുണ്ട്. സോ ഇവരും സംടൈംസ് കുട്ടികളെ പോലെ ആവാറുണ്ട്. ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളുടെ എനർജിയാണ്. ബട്ട് മെച്ചുവേർഡ് ആണെങ്കിൽ പോലും സംടൈംസ് ഇവരൊരു കുട്ടിത്വമുള്ള ആളായിട്ട് മാറാറുണ്ട് എന്നുള്ള രീതിയിലാണ് കറന്റ് എനർജിനകത്ത് കാണുന്നത്. ഫിനാൻഷ്യലി ഒക്കെ ഗ്രോത്ത് ഈ പേഴ്സണ് സംഭവിക്കുന്നുണ്ട്. ഇവരിപ്പോൾ വളരെ സെക്യൂർഡ് ആണ്. ഇവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ അവർ വളരെ സെക്യൂർഡ് ആണ്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന പോലെ. സിറ്റുവേഷൻ എന്താണ് ഈ പേഴ്സന്റെ? 2 ഓഫ് വാൻഡ്സ് ആണ്. അതിനൊരു കൺഫർമേഷൻ ആയിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇവിടെ ഈ പേഴ്സന്റെ സിറ്റുവേഷനകത്ത് നമുക്ക് വന്നേക്കുന്നത് കണ്ടോ, ഈ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം, നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവുമായിരിക്കും. ഈ പേഴ്സന്റെ സിറ്റുവേഷനകത്ത് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാവലിംഗ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, ട്രാവലിംഗിലാണെങ്കിലും ഇവർക്ക് കുറച്ച് ഗോൾസുകളുണ്ട്, ഇവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവർക്ക് അച്ചീവ് ചെയ്യണം. അപ്പം അതിനായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സിറ്റുവേഷനകത്ത്. ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്വയം കംഫർട്ടായിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനെയും കൺട്രോളിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇപ്പം അവർ നേടുന്നുണ്ട്. ബട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയി നിന്നുകൊണ്ട്, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ എല്ലാത്തിനെയും തരണം ചെയ്യുന്ന ഒരു എനർജി. ഓക്കെ, ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആണ്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. റിലേഷൻഷിപ്പിലെ പേഴ്സണെ പോയിട്ട് വേറെ ആരെയും അവർ അതിൻ്റെ അകത്തോട്ട് കയറ്റുന്നില്ല. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന പേഴ്സന്റെ എനർജി. ഓക്കെ, അതായത് ബാലൻസ്ഡ് ആണ്. ബാക്കി എല്ലാത്തിനെയും ഹീൽ ചെയ്യുന്നു. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഐ തിങ്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. വേറെ റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇവർക്ക് ഈ റിലേഷൻഷിപ്പ് തോന്നുന്നുണ്ട്. ഓക്കെ, തോറ്റുപോയ ഒരു ഫീലാണ്. കിട്ടിയില്ല. ഇവർ അധ്വാനിച്ചിട്ടും ഇവർക്ക് ഇതിൽ എഫേർട്ട് ഇട്ടിട്ടും അവർക്ക് അതിലേക്ക് കിട്ടിയില്ല. വേറെ ആരുടെയോ പ്രസൻസ് ഇപ്പോൾ ഉള്ളതുപോലെ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഷാഡോ പോലെ അവരുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫീലിങ്സിനകത്ത് ഇവിടെ ഒരു മിസ്സിങ് എനർജി ആൻഡ് പ്രസൻസ് വേണം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇതൊരു മിസ്സിങ് കാർഡാണ്. ഒരു ഡിസ്കണക്ട് ഫീൽ ചെയ്യുക. അവർക്ക് എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ ഇല്ലാത്തതുപോലെ മിസ് ചെയ്യുക. നിങ്ങൾ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. ഈ പേഴ്സണ് വേറെ പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്നേഹ ബന്ധങ്ങൾ വരുന്നുണ്ട്. ബട്ട് അവർ ഒന്നിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. അവരതിനൊക്കെ റിജക്റ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാത്രം ആലോചിച്ചുകൊണ്ട് ആണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അത് ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഇത്രയും നാളും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആൻഡ് കിങ് ഓഫ് വാൺസിന് എനർജി വരുമ്പം ഇപ്പം നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത്
ഇപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം, നിങ്ങളുടെ എനർജി പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കാം, കൂടുതലും നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ പേഴ്സൺ അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പം ചേസ് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അങ്ങോട്ട് കൊടുക്കാത്തതുകൊണ്ടോ ഈ പേഴ്സണെ സംബന്ധിച്ച് ഇവർക്ക് കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഏത് വഴിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പം ആ പേഴ്സൺ അറിയാൻ പറ്റുന്നില്ല. ഇത്രയും നാളും നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ആ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ എവിടെയും പോയിട്ടില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു. ബട്ട് ഇപ്പം ആ പേഴ്സൺ അങ്ങനെ ഒരു എനർജി കിട്ടുന്നില്ല. നിങ്ങൾ ഫോക്കസ്ഡ് ആവും, കരിയർ ഫോക്കസ്ഡ് ആവുകയാണ്. സോ അങ്ങനെയുള്ള ഒരു തോട്ട് പോകുന്നത് കൊണ്ടും കൂടിയാണ് അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത്. ബട്ട് അവർക്ക് ഒരിക്കലും നിങ്ങളില്ലാതെ പറ്റത്തില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ പ്രസൻസ് ഈ പേഴ്സണ് വേണം. അതായത് ഒരു മിസ്സിങ് എനർജിയാണ്. ഒരു എന്ത് കാര്യം അച്ചീവ് ചെയ്താലും അതിൽ എന്തോ ഒരു കാര്യം മിസ്സിങ് ആയിട്ട് ഈ പേഴ്സണ് ഫീൽ ചെയ്യും. രണ്ടുപേരും ഒരേപോലെ തുഴഞ്ഞു പോയാൽ മാത്രമേ ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതായത് ഒരാൾ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഒരാൾ സ്റ്റാൻഡ് എടുക്കില്ല, ഒരാൾ സ്റ്റാൻഡ് എടുക്കുമ്പോൾ മറ്റേ ആൾ സ്റ്റാൻഡ് എടുക്കില്ല. അങ്ങനെയുള്ള ഒരു എനർജിയാണ്. സോ നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഓക്കെ, അതായത് ഒരാൾക്ക് തോറ്റു കൊടുക്കാനുള്ളതും ഒരാൾ കേൾക്കാനുള്ളതും അങ്ങനെയുള്ള പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് ഇല്ലായ്മയാണ് ഇവിടെ പ്രശ്നം വരുന്നത്. സോ അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഒരു നെക്സ്റ്റ് ആക്ഷനിൽ ഒന്നിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പേഴ്സൺ എന്തായാലും മെന്റൽ ക്ലാരിറ്റി ഇല്ലായ്മ കാരണം നെക്സ്റ്റ് ആക്ഷന്റെ ഒരു സ്റ്റെപ്പും എടുത്തിട്ടില്ല. അവരുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് നിങ്ങൾ ഹാപ്പിനെസ്, ഡിവൈനിങ് ലവ്, അതുപോലെ ഫുൾഫിൽമെന്റ്, ഇത് ട്രൂ ആവുക, അതായത് റിയൂണിയൻ ആണ്. ഈ പേഴ്സന്റെ ആഗ്രഹം ഇതൊരു ഫാമിലി ആക്കുക, ഇതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരിക എന്നുള്ളതാണ് ഈ പേഴ്സന്റെ ആഗ്രഹം. അതാണ്. ബട്ട് അത് നടക്കാൻ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും എഫേർട്ട് വേണം എന്നുള്ളതാണ്. എഫേർട്ട് ഇല്ലാതെ നടക്കത്തില്ല. അത് ഈ പേഴ്സൺ അറിയാം. സ്വയം ഞാൻ മാത്രം ഡിസിഷൻ എടുത്തിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണും കൂടി വേണം എന്നുള്ളത് ഈ പേഴ്സൺ നന്നായിട്ട് അറിയാം. അപ്പം ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് എങ്കിലും രണ്ടുപേരും ഒരേപോലെ ഈക്വാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഡിസിഷൻ കറക്റ്റായിട്ട് ആ റിയൂണിയനിലേക്ക് വന്ന് എത്തത്തുള്ളൂ. ഈ പേഴ്സണ് നെക്സ്റ്റ് ആക്ഷനിൽ എന്തായാലും ഒരു ഡ്രീം അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്, ഒരു ഒത്തുപോവുക എന്നുള്ളതാണ്. ഒരു ഫുൾഫിൽമെന്റ് ആണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, പൂർത്തീകരണമാണ് ആഗ്രഹം. അപ്പോൾ ആ ഇന്നർ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നിങ്ങളും കൂടി നിങ്ങളും നിങ്ങളുടെ ഭാഗവും ഒരേപോലെ അവരുടെ ഭാഗവും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്നുള്ളതാണ്. നമുക്കിനി ഇവിടെ കിട്ടിയിട്ടുള്ള സോഡിയാക് സൈൻ നോക്കാം. പൈസീസ് വന്നിട്ടുണ്ട്, അക്യൂറിയസ് വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, ആൻഡ് ലിയോ എഗെയിൻ വന്നിട്ടുണ്ട്, ക്യാൻസർ വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, ഏരിയസ് വന്നിട്ടുണ്ട്, സ്കോർപിയോ വന്നിട്ടുണ്ട്, അക്യൂറിയസ് എഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് അല്ലെങ്കിൽ സബ് ചെയ്യാൻ വേണ്ടി പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളിത് സബ് ചെയ്ത് വെക്കുമ്പോൾ അടുത്ത റീഡിങ്സ് എടുക്കുമ്പം കൂടുതൽ നിങ്ങൾക്ക് അക്യൂറേറ്റ് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആവും, നിങ്ങളുടെ എനർജി കൂടുതൽ ടാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ.